ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. मोटे तौर पर मैंने राष्ट्रपति जी को कहा है कि हमें 9 तारीख शाम को सुविधा रहेगी. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച. സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ച് രാഷ്ട്രപതി. രാജ്യം പുതിയ കാലത്തിലേക്കെന്ന് നരേന്ദ്രമോദി. സഖ്യകക്ഷികൾക്ക് നരേന്ദ്രമോദിയുടെ പ്രശംസ. ഇന്ത്യ സഖ്യത്തിന് വിമർശനം. കേരളത്തിലേത് ബലിദാനികളുടെ ത്യാഗത്തിന്റെ നേട്ടമെന്ന് നരേന്ദ്രമോദി. तो सिर्फ मैं कह सकता हूं केरल में हुआ है. സുപ്രധാന വകുപ്പുകൾ ബിജെപിക്ക് തന്നെ. ആവശ്യങ്ങൾ ഉന്നയിച്ച് ഘടകകക്ഷികൾ. കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിച്ച് സുരേഷ് ഗോപി. ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റങ്ങൾക്ക് നീക്കം. കെ സുരേന്ദ്രനെ രാജ്യസഭയിൽ എത്തിച്ചേക്കും. വി മുരളീധരൻ ദേശീയ നേതൃത്വത്തിലേക്ക്. ശോഭാ സുരേന്ദ്രന് സുപ്രധാന സ്ഥാനം നൽകാൻ ആലോചന. ജോസ് കെ മാണിക്ക് ഓഫറുമായി ബിജെപി. തൃശൂർ DCC ഓഫീസിൽ കയ്യാങ്കളി. കെ മുരളീധരന്റെ അനുയായിക്ക് മർദ്ദനം. പിന്നിൽ DCC പ്രസിഡന്റെന്ന് ആരോപണം. സർക്കാരിനെ വിമർശിച്ച ഗീവർഗീസ് കൂർലോസിന് മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വികരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. ഭരണാധികാരി ഏകാധിപതിയാകുന്നത് അപകടകരമെന്ന് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്. തോൽക്കാൻ കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമെന്ന് സമസ്ത. സ്റ്റാലിനെ കണ്ടുപഠിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് RJD. ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിൽ വനിതാ ലീഗിന് വിലക്ക്. വനിതകൾ പങ്കെടുക്കേണ്ടെന്ന് ലീഗ് നേതാവിന്റെ ശബ്ദ സന്ദേശം. റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും നിശ്ചയിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഈ റോഡ് ഷോയെ, നമ്മുടെ നേതാവിനെ, നമ്മുടെ നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്യാൻ, അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാനുള്ള സന്ദർഭമുണ്ടാകും. വിലക്കില്ലെന്ന് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി. കൊച്ചി കളമശ്ശേരിയിൽ യുവതിയെ തട്ടിക്കൊണ്ടുപോവാൻ ശ്രമം. കാറിലെത്തിയ 5 സംഘം പിടിയിൽ. കണ്ണൂർ മയിലിൽ 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. മരിച്ചത് പാവന്നൂർ സ്വദേശികൾ. സംസ്ഥാനത്ത് മഴ കനക്കും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ, മൂന്നാം നരേന്ദ്രമോദി സർക്കാർ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. മോദി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചു. നരേന്ദ്രമോദിയെ സർക്കാർ രൂപീകരിക്കാൻ രാഷ്ട്രപതി ക്ഷണിച്ചു. പുതിയ കാലഘട്ടത്തിലേക്കാണ് രാജ്യം പ്രവേശിക്കുന്നതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. सभी एनडीए के साथियों ने राष्ट्रपति जी को इसकी जानकारी दी और राष्ट्रपति जी ने मुझे अभी बुलाया था और मुझे प्रधानमंत्री डेजिग्नेटेड के रूप में काम करने एक नियुक्ति दी है और मुझे शपथ समारोह के लिए और मंत्रिपरिषद के सदस्यों के सूची के लिए उन्होंने सूचित किया है
मोटे तौर पर मैंने राष्ट्रपति जी को कहा है कि हमें 9 तारीख शाम को सुविधा रहेगी। अब बाकी डिटेल तो राष्ट्रपति भवन वर्कआउट करेगा और हम तब तक मंत्रिपरिषद की सूची राष्ट्रपति जी को सुपुर्द करेंगे। उसके बाद शपथ समारोह होगा। സ്വാഭാവികമായ നടപടിക്രമങ്ങളാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ ബി.ജെ.പിയെ തന്നെയാണ് സർക്കാർ ഉണ്ടാക്കുന്നതിനായി ക്ഷണിക്കേണ്ടത്. ഒപ്പം തന്നെ മുന്നണി എന്ന നിലയിലും ഏറ്റവും വലിയ മുന്നണിയും NDA ആണ്. ഈ വിവരങ്ങളാണ് പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ ധരിപ്പിച്ചത്. തുടർന്നാണ് രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയായി അല്ലെങ്കിൽ സർക്കാർ ഉണ്ടാക്കുന്നതിനായി സത്യപ്രതിജ്ഞ ചെയ്യാനൊക്കെ ക്ഷണിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ഘടകകക്ഷികൾ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് TDPയും JDUവും അവരുടെ മന്ത്രിസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള സമ്മർദ്ദം ഉണ്ട് എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. ഏതായാലും ഈ സമ്മർദ്ദങ്ങൾക്ക് വശംവദരാകാത്ത ഒരു നിലപാടാണ് BJP ഇപ്പോൾ സ്വീകരിക്കുന്നത്. TDPയുടെ ഒരു പ്രധാന ആവശ്യം സ്പീക്കർ പദവിയാണ്. നേരത്തെ GMC ബാലയോഗി സ്പീക്കറായി NDA സർക്കാരിൻ്റെ കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു സ്പീക്കർ പദവി തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് TDP വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി അവർക്ക് സ്വാഭാവികമായും നൽകാനുള്ളൊരു നീക്കമാണ് BJPക്ക് അകത്ത് നടക്കുന്നത്. ഏതായാലും പ്രതിരോധം, അതുപോലെ ആഭ്യന്തരം, വിദേശകാര്യം, ധനകാര്യം തുടങ്ങിയ വകുപ്പുകൾ മറ്റാർക്കും വിട്ടുകൊടുക്കേണ്ടതില്ല എന്നാണ് BJPയുടെ നിലപാട്. പഞ്ചായത്തി രാജ്, ഗ്രാമവികസനം JDUവിന് നൽകും. അതുപോലെ തന്നെ വ്യോമയാന വകുപ്പ് ആയിരിക്കും NCP അജിത് പവാർ വിഭാഗത്തിന് നൽകുക. ഷിൻഡെ വിഭാഗത്തിന് ഹെവി ഇൻഡസ്ട്രീസ്, വൻ വ്യവസായങ്ങൾ സംബന്ധിക്കുന്ന വകുപ്പ് നൽകും എന്നാണ് വ്യക്തമാക്കുന്നത്. കൃഷിയും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറും യുവജന ക്ഷേമവും എല്ലാം BJP മന്ത്രിമാർ തന്നെ ഭരിക്കട്ടെ എന്ന നിലപാടാണ് ഉള്ളത്. ടൂറിസം, MSME, സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ വകുപ്പുകൾ ഘടകകക്ഷികളുമായി പങ്കുവയ്ക്കാം എന്നൊരു നിലപാടുണ്ട്. ഈ കഴിഞ്ഞ സർക്കാരിൽ ഉണ്ടായിരുന്ന 20 മന്ത്രിമാർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അതിൽ പ്രധാനി സ്മൃതി ഇറാനിയാണ്. അതുപോലെ V മുരളീധരൻ കേരളത്തിൽ പരാജയപ്പെട്ടു. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിച്ച് പരാജയപ്പെട്ടു. അജയ് കുമാർ മിശ്ര, അതുപോലെ സുഭാഷ് സർക്കാർ, കൈലേഷ് ചൗധരി, സഞ്ജീവ് ബാല്യാൻ, റാവ് സാഹിബ്, കൗശൽ കിഷോർ തുടങ്ങി 20ഓളം കേന്ദ്രമന്ത്രിമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ പുതിയ മുഖങ്ങൾക്ക് വലിയ അവസരങ്ങൾ ലഭിക്കും എന്നാണ് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമാകുന്നത്. ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ബാൻസുരി സ്വരാജാണ്. സുഷമ സ്വരാജിൻ്റെ മകൾ എന്ന നിലയിൽ സുഷമ സ്വരാജിൻ്റെ നേരത്തെയുള്ള BJPക്ക് അകത്തുള്ള സ്വാധീനം വ്യക്തമാണ്. സ്വാഭാവികമായും അവർക്ക് ഒരു മന്ത്രിസ്ഥാനം നൽകും എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. ലതാ വാങ്ഡെ ഒരു മന്ത്രിസ്ഥാനം ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. 4,71,000 വോട്ടുകൾക്കാണ് സാഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ലതാ വാങ്ഡെ വിജയിച്ചത്. അതുപോലെ സാവിത്രി താക്കൂർ മധ്യപ്രദേശിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. സാവിത്രി തൊട്ടടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 2 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ സ്ഥാനാർത്ഥിയാണ്. ഒപ്പം ശിവരാജ് സിംഗ് ചൗഹാന് ഒരു പ്രധാനപ്പെട്ട വകുപ്പ് ഉണ്ടാകും എന്ന് ഏറെക്കുറെ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ VD ശർമ്മ മധ്യപ്രദേശിൽ നിന്നുള്ള BJP അധ്യക്ഷനാണ്. മധ്യപ്രദേശ് തൂത്തുവാരിയ ഒരു സാഹചര്യത്തിൽ മധ്യപ്രദേശിന് വലിയ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടും എന്ന് വ്യക്തമാണ്. ബീഹാറിൽ നിന്നുള്ള നിത്യാനന്ദ റായും ജനാർദ്ദൻ സിംഗ് സിഗ്രിവാളും ആണ് ഈ പട്ടികയിൽ ഉള്ള പ്രമുഖർ. ജനാർദ്ദനൻ സിംഗ് സിഗ്രിവാൾ മഹാരാജ്ഗഞ്ച് ലോക്സഭയിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച നേതാവാണ്. ലലൻ സിംഗ് ആണ് JDUവിൽ നിന്ന് തീർച്ചയായും മന്ത്രിപദത്തിലേക്ക് എത്തുന്ന മറ്റൊരാൾ. ജിതിൻ റാം മാഞ്ചിയെ സ്വാഭാവികമായി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ജിതിൻ റാം മാഞ്ചി ഹിന്ദുസ്ഥാനി അവാം മോർച്ച നേതാവ് എന്ന നിലയിലും NDAയുടെ പ്രധാന ഘടകകക്ഷി എന്ന നിലയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. ഗയാ മണ്ഡലത്തിൽ നിന്നാണ് ജിതിൻ റാം മാഞ്ചി വിജയിച്ചു കയറിയത്. ചിരാഗ് പാസ്വാൻ സ്വാഭാവികമായും മന്ത്രിസഭയിലെത്തും. ചിരാഗ് പാസ്വാൻ്റെ LJPക്ക് നൽകിയ എല്ലാ സീറ്റുകളിലും അവർ വിജയിച്ചു എന്നത് ഒരു നേട്ടമാകുന്നു. അതുപോലെ തന്നെ RLD നേതാവ് ജയന്ത് ചൗധരിയും ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും. മറ്റ് നിരവധി പുതുമുഖങ്ങൾക്കും അവസരങ്ങൾ ലഭിക്കും എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്ത്യയ്ക്ക് സഖ്യകക്ഷികളുമായുള്ളത് ഉലയാത്ത ബന്ധമാണെന്നാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. ഇന്ത്യ സഖ്യം ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിലെ വിജയം പരാമർശിച്ച നരേന്ദ്രമോദി ഗ്യാരണ്ടികൾ യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും വിശദീകരിച്ചു.
साथियों, मैं मानता हूं कि 2024 के लोकसभा के चुनाव के जो नतीजे हैं, हर पैरामीटर से देखेंगे, दुनिया ये मानती है और मानेगी कि ये एनडीए का महाविजय है। केरला हमारे सैकड़ों कार्यकर्ताओं के बलिदान हुए हैं। यूडीएफ हो या एलडीएफ हो, शायद हिंदुस्तान के राजनीतिक जीवन में इतना जुल्म एक विचारधारा को लेकर के जीने वाले लोगों पर हुआ होगा तो सिर्फ मैं कह सकता हूं केरल में हुआ है। നരേന്ദ്രമോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേറ്റെടുക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തത്സമയം ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഉറപ്പായിരിക്കുന്നു. സംസ്ഥാന BJPയിലും മാറ്റങ്ങൾ വരാനാണ് നീക്കം. ഒഴിവ് വരുന്ന മുറയ്ക്ക് കെ സുരേന്ദ്രനെ രാജ്യസഭാ സീറ്റ് നൽകാൻ ആലോചനയുണ്ട്. സംഘടനാ തലത്തിലും മാറ്റങ്ങളുണ്ടാവും. വി മുരളീധരൻ ദേശീയ നേതൃത്വത്തിലേക്ക് മാറുമ്പോൾ ശോഭ സുരേന്ദ്രനും നിർണായക പദവി കിട്ടുമെന്ന് ഉറപ്പാണ്. മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് വരുമ്പോൾ ജോസ് കെ മാണിക്ക് ഓഫർ വെച്ച് BJP. രാജ്യസഭാ MP സ്ഥാനവും കേന്ദ്രമന്ത്രി പദവിയുമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഉപാധികളിൽ പ്രാഥമികമായ ചില ചർച്ചകൾ നടന്നതായി വിവരമുണ്ട്. ഇടതുമുന്നണി രാജ്യസഭാ സീറ്റ് നൽകിയില്ലെങ്കിൽ ജോസ് കെ മാണി എത്തുമെന്ന പ്രതീക്ഷയിലാണ് BJPയുടെ ഈ നീക്കം. ജോസ് വന്നാൽ മധ്യകേരളത്തിൽ പല നിയമസഭാ സീറ്റുകളും പിടിച്ചെടുക്കാനാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. കേരളത്തിൽ രൂപപ്പെട്ട ചില പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ജോസ് കെ മാണിയെ മുന്നണിയിലെത്തിക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇക്കാര്യത്തിൽ അനൗപചാരികമായ ചില ചർച്ചകൾ നടന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ജോസ് കെ മാണിക്ക് രാജ്യസഭാ MP സ്ഥാനം, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം, ഈ രണ്ട് സ്ഥാനങ്ങൾ നൽകിക്കൊണ്ട് മുന്നണിയിലേക്ക് കൊണ്ടുവരാം എന്ന പ്രതീക്ഷയാണുള്ളത്. ജോസ് കെ മാണി ഈ ഒരു നീക്കത്തെ അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, അതിലെ പ്രതിസന്ധികളൊക്കെ കണ്ടുകൊണ്ടാണ് BJP ഒരുപക്ഷെ ജോസിന് രാജ്യസഭാ സീറ്റ് കിട്ടിയേക്കില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇങ്ങനൊരു നീക്കവുമായി BJP രംഗത്തെത്തിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് ഉണ്ടായ കാലഘട്ടം മുതൽ 6 പതിറ്റാണ്ട് കാലം എടുത്താൽ കോട്ടയം, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് ഏറ്റവും അധികം മൂല്യച്യുതി ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഏത് ഓപ്ഷനും അവർ പരീക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും എനിക്കുമില്ല. ശേഷം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് തന്നെ വലിയ കേരള കോൺഗ്രസിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ആളുകളിൽ നിന്നും വലിയൊരു ഒഴുക്ക് മധ്യകേരളത്തിൽ BJPയിലേക്ക് ഉണ്ടാവും. രാജ്യസഭാ സീറ്റ് CPM ജോസിന് നൽകിയില്ല എങ്കിൽ ഒരുപക്ഷെ ഇതിൽ മുന്നോട്ട് പോക്കുണ്ടാകും. ജോസ് NDAയിലേക്ക് എത്താനുള്ള സാധ്യത, പ്രത്യേകിച്ച് വലിയൊരു പദവിയാണ് ജോസിന് വാഗ്ദാനം ചെയ്യുന്നത്. അത് സ്വീകരിച്ചുകൊണ്ട് ജോസ് എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്തെങ്കിലും ഒരു ചവിട്ടുപടി കിട്ടിയേ പറ്റൂ എന്നുള്ള തോന്നൽ കാണും. കാരണം അവർക്ക് നിലവിൽ ഉണ്ടായിരുന്ന ഒരു ലോക്സഭാ സീറ്റ് വലിയ രീതിയിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ഇപ്പോ രാജ്യസഭാ സീറ്റ് കൂടി ഇല്ലാതായാൽ അവർക്ക് പാർലമെന്റിലൊരു ആള് പോലും ഇല്ലാതാകും. അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ LDFിൽ നിന്നാൽ അവർക്ക് ഒരു സീറ്റ് പോലും നിയമസഭയിൽ കിട്ടും എന്നുള്ള ഉറപ്പുമില്ല. അങ്ങനെ വരുമ്പോൾ എന്താ അവരുടെ സ്ഥിതി? അതായത് സംസ്ഥാനത്തെ ക്രൈസ്തവ വോട്ടുകൾ കൃത്യമായി കൂടി, തങ്ങൾ ചെയ്ത വർക്കിന്റെ ഭാഗമായി കൂടി എന്ന വിലയിരുത്തൽ BJPക്കുണ്ട്. അതേ പാറ്റേണിൽ തുടർന്നും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോകാനുള്ള, സംഘടനാ പ്രവർത്തനം മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളും അവർ നടത്തുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ വിജയമടക്കം ആറ്റിങ്ങലിലെയും തിരുവനന്തപുരത്തെയും ആലപ്പുഴയിലെയും ഒക്കെ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചാണ് അവർ അങ്ങനെ ഒരു നീക്കവുമായി രംഗത്ത് വരുന്നത്. എന്തായാലും ജോസ് കെ മാണി ഇതിനോട് ഇപ്പോഴും പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം LDFിലാണ് ഇപ്പോഴും ഉള്ളത്. LDFിൽ രാജ്യസഭാ MP സ്ഥാനം അവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. അതില്ലാതായാലാണ് ഒരുപക്ഷെ കൂടുതൽ ചർച്ചകളിലേക്കും മറ്റും കാര്യങ്ങൾ പോകുക എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. മാത്രമല്ല, പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പാലായിലും കടുത്തുരുത്തിയിലും ഒക്കെ വളരെ പിന്നിൽ പോകുന്ന സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നു. തുടർച്ചയായി അത് സംഭവിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ജോസിന് മുന്നിൽ. അതുകൊണ്ട് തന്നെ ഇനിയൊരു UDF-ൽ പോയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും എന്താകും എന്ന ഒരു അന്തിമമായ വ്യക്തതയിലേക്ക് എത്താൻ ഇപ്പോഴും അവർക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് കിട്ടുന്ന ഒരു ഓഫർ അത് സ്വീകരിച്ച് ജോസ് കെ മാണി മുന്നോട്ടേക്ക് പോയേക്കും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നത്. എന്തായാലും ഇതിന്റെ പ്രാരംഭ തലത്തിലുള്ള ചർച്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. പ്രത്യേകിച്ച് LDF-ലെ സാഹചര്യം കൂടി പരിഗണിച്ചായിരിക്കും ഇതിൽ ഒരു അന്തിമമായ വ്യക്തത വരിക എന്നാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം. കോട്ടയം കേന്ദ്രീകരിച്ച് ഇത്തരമൊരു നീക്കം നടക്കുമ്പോൾ തൃശൂരിലുണ്ടായ തോൽവി കോൺഗ്രസിൽ വൻ വിവാദങ്ങൾക്കാണ് ഇടവച്ചിരിക്കുന്നത്. തൃശൂർ DCC ഓഫീസിൽ കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നു. DCC സെക്രട്ടറി സജീവൻ കുറിയച്ചിറയ്ക്ക് മർദ്ദനമേറ്റു. K മുരളീധരന്റെ അനുയായിയാണ് സജീവൻ. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചു എന്നാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോഴും അവിടെ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഓഫീസിന് പുറത്തിറങ്ങാതെ ഇപ്പോഴും ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. വിഷയത്തിൽ KPCC നേതൃത്വവും ഇടപെട്ടിട്ടുണ്ട്. തൃശ്ശൂരിലുണ്ടായിരിക്കുന്ന പാർട്ടി ഓഫീസിലെ കൂട്ടത്തല്ലുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ ആശയവിനിമയം നടത്തുന്നുണ്ട്. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയ സംഘർഷമാണ് പാർട്ടി ഓഫീസിലുണ്ടായിരിക്കുന്നത്. കോൺഗ്രസിനെ നാണം കെടുത്തുന്ന തരത്തിലേക്ക് തൃശ്ശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മാറുകയാണ്. ഞങ്ങൾ 2 DC സെക്രട്ടറിമാർ ഇവിടെ നിന്ന് അപ്പോൾ DC പ്രസിഡന്റ് വന്നു, ഞങ്ങൾ എഴുന്നേറ്റ് നിന്നു, ഞങ്ങളായിട്ട് സംസാരിച്ചു. ആൾ മുകളിൽ കയറിപ്പോയി. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുക. ഞങ്ങൾ 2 ആളും പിന്നെ സുരേഷ് എന്ന് പറഞ്ഞൊരു പ്രവർത്തകനുണ്ട്. ആദ്യം വന്ന് അവനെ പിടിച്ച് തള്ളലും ബഹളാക്കി. അപ്പോൾ ഞാൻ ചെയ്തത് എന്താ കാണിക്കണേ, നിങ്ങൾ DC പ്രസിഡന്റ് അതാ നീ ഉണ്ടതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നേരെ എന്നെ പിടിച്ച് കഴുത്തിനെ പിടിച്ച് തള്ളി. അങ്ങനെ ഇവർ 10-20 ആളുണ്ടായിരുന്നു. അതേസമയം ഈ സംഘർഷത്തിൽ പാർട്ടി നേതാക്കൾ അടിയന്തരമായി ഇടപെടണമെന്ന് കോൺഗ്രസ് നേതാവ് PA മാധവൻ ആവശ്യപ്പെട്ടു. DCC പ്രസിഡന്റുമായി സംസാരിച്ചെന്നും സമവായം ഉണ്ടാക്കുമെന്നും PA മാധവൻ പറഞ്ഞു. എന്തായാലും ഈ വിവാദത്തിൽ ഇപ്പോൾ KPCC അധ്യക്ഷന്റെ ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുകയാണ്. KC വേണുഗോപാലുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രശ്നപരിഹാരത്തിനായി K സുധാകരൻ തൃശ്ശൂരിൽ എത്തുന്നുണ്ട്. മറ്റന്നാൾ K സുധാകരൻ KPCC അധ്യക്ഷൻ തൃശ്ശൂരിലെത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ CPM-നെ വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതത്തിലെ ലേഖനം. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ SFIയുടെ അക്രമം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി. ആഭ്യന്തര വകുപ്പിനെയും ആരോഗ്യ വകുപ്പിനെയും വിമർശിക്കുന്ന മുഖപ്രസംഗത്തിൽ CPM ജനങ്ങളിൽ നിന്നും അകന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചനയെന്നും വിലയിരുത്തുന്നു. പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ SFI അക്രമം വരെ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാകാനുള്ള കാരണങ്ങളായി സുപ്രഭാതം ചൂണ്ടിക്കാട്ടുന്നു. CPM ജനങ്ങളിൽ നിന്നും പൂർണ്ണമായി അകന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് എന്നാണ് സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നത്. അസഹിഷ്ണുതയുടെയും ധാർഷ്ട്യത്തിന്റെയും വക്താക്കളായി CPM നേതാക്കൾ നിറഞ്ഞാടുന്ന കാലമായിരുന്നു. പോലീസ് രാജിൽ സംസ്ഥാനത്ത് പൌരാവകാശം ചവിട്ടി അരയ്ക്കപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു. തുടർഭരണം നൽകിയ ധാർഷ്ട്യം പ്രാദേശിക നേതാക്കളെ പ്രാദേശിക നേതാക്കളിൽ നിന്നും സാധാരണക്കാരെ അകറ്റിയെന്നും കുറ്റപ്പെടുത്തുന്നു. ഇതേസമയം ലീഗിനെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതിനും എഡിറ്റോറിയൽ സ്ഥലം കണ്ടെത്തുന്നു. ഓരോ ജനവിധിയും ഉയരത്തിലേക്കുള്ള കോണിപ്പടിയാവുന്നത് ലീഗിന്റെ മാത്രം സവിശേഷത എന്നും ഈ സുപ്രഭാതം പറയുന്നുമുണ്ട്. എന്തായാലും വലിയ ആശയക്കുഴപ്പങ്ങൾ ലീഗും സമസ്തയും തമ്മിലുള്ള ഭിന്നതകൾ ഈ മേഖലയിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും ലീഗിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ലീഗിനെ പുകഴ്ത്തിയും സർക്കാരിനെയും CPM-നെയും വിമർശിച്ചുമുള്ള ഈ സമസ്തയുടെ മുഖപ്രസംഗം വ്യക്തമാക്കുന്നത്.
രാജ്യസഭാ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുള്ള ചർച്ചകൾക്കായി തിങ്കളാഴ്ച ഇടതുമുന്നണി യോഗം ചേരും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും അന്ന് ചേരുന്നുണ്ട്. സീറ്റ് ആവശ്യപ്പെട്ട ഘടകകക്ഷികളുമായി അതിനു മുമ്പ് തന്നെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയേക്കാനാണ് നീക്കം. സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് CPI, RJD, കേരള കോൺഗ്രസ് M എന്നീ കക്ഷികളുടെ തീരുമാനം. ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിൽ വനിതാ ലീഗിന് വിലക്ക്. പാനൂരിലെ ആഘോഷങ്ങളിൽ വനിതകൾ പങ്കെടുക്കേണ്ടതില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവിൻ്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദിൻ്റേതാണ് ഈ ശബ്ദ സന്ദേശം. മതപരമായ നിഷ്കർഷയ്ക്ക് ഭംഗം വരുന്ന ആഘോഷം വേണ്ട, റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കേണ്ടതില്ലെന്നും അഭിവാദ്യം ചെയ്താൽ മാത്രം മതിയെന്നും സന്ദേശത്തിൽ പറയുന്നു. അതേസമയം റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കുന്നതിന് വനിതാ ലീഗിന് വിലക്കില്ലെന്ന് മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ് പിന്നീട് വിശദീകരിച്ചു. വനിതാ ലീഗിന്റെ പ്രവർത്തകർ മതപരമായ നിഷ്പക്ഷത പുലർത്തുന്നതിൽ ജാഗ്രത വേണമെന്ന നിർദ്ദേശം മാത്രമാണ് നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഈ റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും നിശ്ചയിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഈ റോഡ് ഷോയെ, നമ്മുടെ നേതാവിനെ, നമ്മുടെ നേതാക്കന്മാരെ അഭിവാദ്യം ചെയ്യാൻ, അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാനുള്ള സന്ദർഭമുണ്ടാകും. ഒരിക്കലും ആഘോഷപരമായ ആവേശത്തിമുർപ്പിന് അനുസരിച്ചുള്ള ഒരു പ്രതികരണത്തിലേക്ക് നമ്മുടെ മതപരമായ നിയന്ത്രണം നമ്മൾ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ആ പരിപാടികളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം. നിങ്ങളുടെ അഭിവാദ്യം പ്രിയപ്പെട്ട നമ്മുടെ MPക്ക് സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ യാക്കോബായ സഭ മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് കൂർലോസിനെ വിമർശിച്ച് മുഖ്യമന്ത്രി. സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ കാരണം പ്രളയമാണെന്ന് ഒരു പുരോഹിതൻ പറഞ്ഞു. പുരോഹിതന്മാർക്കിടയിലും വിവരദോഷി ഉണ്ടാകുമെന്നാണ് ആ വാക്കുകൾ വ്യക്തമാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എപ്പോഴും പ്രളയവും മഹാമാരിയും രക്ഷയ്ക്ക് എത്തില്ല എന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയ ഗീവർഗീസ് കൂർലോസിന്റെ പ്രതികരണം. ഈ സർക്കാരിനെ യാക്കോബായ സഭ മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് കൂർലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് രംഗത്തു വന്നു. പണ്ട് നികൃഷ്ടജീവി എന്ന് ഒരു പുരോഹിതനെ വിളിച്ചയാൾ ഇന്ന് വിവരദോഷി എന്ന് മറ്റൊരു പുരോഹിതനെ വിളിക്കുമ്പോൾ വിളിക്കുന്നയാളുടെ സ്വഭാവം മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ചക്രവർത്തി നഗ്നനാണെങ്കിൽ അത് വിളിച്ചു പറയുക സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഉൾക്കൊണ്ട് തിരുത്തുന്നതിന് പകരം വിമർശിക്കുന്നവരെ അധിക്ഷേപിക്കുന്നത് പക്വതയില്ലായ്മയാണെന്നും കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. കേരളത്തിൽ ബലിപ്പെരുന്നാൾ ജൂൺ 17 തിങ്കളാഴ്ച. ഇന്ന് ദുൽഖദ 30 പൂർത്തിയാക്കി നാളെ ദുൽഹിജ്ജ 1 ആയിരിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബലിപ്പെരുന്നാൾ ജൂൺ 17 ആയിരിക്കുമെന്ന് ഹിലാൽ കമ്മിറ്റി ചെയർമാൻ M. മുഹമ്മദ് മദനി അറിയിച്ചു. കോഴിക്കോട് കോന്നാട് ബീച്ചിന് സമീപം കാറിനു തീപിടിച്ച് ഡ്രൈവർ വെന്തു മരിച്ചു. ഓടിക്കൊണ്ടിരുന്ന കാറിനാണ് തീപിടിച്ചത്. ഞാനിവിടുന്ന് ഇതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ട മുമ്പിലായിട്ട് ഒരു ട്രാഫിക്കിൻ്റെ വണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വണ്ടി വരുന്നു, ഇവിടെ നിൽക്കുന്നു. പെട്ടെന്നൊരു പുക വരുന്നു. പുക വന്നിട്ട് നമ്മൾ ഓടി വന്നു നോക്കിയപ്പോൾ പിന്നെ സെക്കൻഡുകൾക്കുള്ളിൽ വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് തീ അങ്ങോട്ട് നല്ല ഉഷാറായിട്ട് കത്തി. ആളരി കത്തിയിട്ട് പിന്നെ 2-3 പൊട്ടൽ. അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് ഒരു 3-4 പേര് ഇറങ്ങി ഓടിയാന്ന് നമ്മളെ കൂടെ തന്നെ. മൂപ്പര് ബാക്കിലാണ് ഞാൻ ഓടി, ഇവരൊക്കെ ബാക്കിലാണ് ഞാൻ ഉണ്ടായത്. ഇവർ ഓടി വന്നിട്ട് ഡോറ് തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ ഡോറ് എന്തോ ലോക്കായിരുന്നു, പിന്നെ കിട്ടിയില്ല. പിന്നെ ഇയാൾക്ക് രക്ഷപ്പെടാൻ പറയുന്നുണ്ട്, നിങ്ങൾ പുറത്തേക്ക് ചാടുന്ന് പറയുന്നുണ്ട്. പക്ഷെ മൂപ്പരിക്ക് അത് സീറ്റ് ബെൽറ്റ് അയക്കാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. അങ്ങനെ മൂപ്പര് ഓടാനും അതിന് ചാടാനും പറ്റിയില്ല, അത് തുറക്കാനും പറ്റിയില്ല. പിന്നെ ഒരു 3-4 തവണ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പൊട്ടലുണ്ടായിരുന്നു. പൊട്ടൽ മാത്രമല്ല, തീ നല്ല അളരി കത്തി ചെയ്തു. പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം. പിന്നെ എല്ലാവരും ഓടി. ഇവിടുന്നൊക്കെ വെള്ളം എടുത്ത് നമ്മൾ കുറേ ഒഴിച്ചൊക്കെ നോക്കി, പൊട്ടിത്തെറിക്കും. ഭയങ്കര നല്ല ഈ പ്രദേശത്ത് കേൾക്കാവുന്ന സൗണ്ടിൽ പൊട്ടിക്കും. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി.